ഹലോ മക്കളെ, എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ആസ്വാദന ടിപ്പണി ലിഖേം എന്ന ചോദ്യം ഉണ്ടാവും അല്ലേ. ഒരു കവിതയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ കൂടെ എക്സ്ട്രാ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 2 ചോദ്യങ്ങളും കൂടെ വരും. അങ്ങനെ ആകെ 9 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും നമുക്ക് ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറ് അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിൽ ഏത് കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് ചോദിക്കുക? ആസ്വാദന ടിപ്പണിക്ക് 6 മാർക്കായിരിക്കും കേട്ടോ. 6 മാർക്കിനായിരിക്കും ആസ്വാദന ടിപ്പണി ചോദിക്കുക. 9 മാർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും, 1 മാർക്കിൻ്റെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയാണ് 9 മാർക്ക് വന്നുള്ളത് കേട്ടോ. ഈ 9 മാർക്ക് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ചുമ്മാ അങ്ങ് പറയല്ല ഇന്നത് വരുമെന്ന് പറയല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഷെമി സാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2022, 23, 24, 25 വർഷങ്ങളിൽ ആനുവൽ എക്സാമിലും മോഡൽ എക്സാമിലും സെക്കൻഡ് ടൈം എക്സാമിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സിംപിളി പറയുകയാണെങ്കിൽ ഇതൊരു കാൽക്കുലേറ്റർ പ്രഡിക്ഷൻ ആണ്. ചുമ്മാ ഒരു പ്രഡിക്ഷൻ അല്ല, ഇന്നത് വരും നിങ്ങൾ എഴുതിയെടുത്തോ എന്ന് പറയുന്നതല്ല. നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യാം നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇരുന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനീ പറയാൻ പോകുന്ന ആസ്വാദന ടിപ്പണി ഒരിക്കലും പഠിക്കാതെ പോകരുത്. ഓക്കെ, ഞാൻ പറയുന്നത് ശരിയാവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, തെറ്റിപ്പോകാം. പ്രഡിക്ഷനാണ്, തെറ്റിപ്പോകാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകരുത് എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, യെസ്. അപ്പോൾ കഴിഞ്ഞ 2022-23 അധ്യയന വർഷത്തിൽ സെക്കൻഡ് ടൈം എക്സാമിന് ചോദിച്ചുള്ളത് മാതൃഭൂമി എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ്. മോഡൽ എക്സാമിന് ആദ്മി കാ ചെഹര, അത് നമുക്ക് ഈ സെക്കൻഡ് ടൈമിന് ഇല്ലാത്ത ചാപ്റ്ററാണ്. ആദ്മി കാ ചെഹര എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റിൽ വരുന്നത്. നമ്മുടെ മോഡൽ എക്സാമിനോ ആനുവൽ എക്സാമിനോ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ചാപ്റ്റർ. മാതൃഭൂമി തന്നെ വീണ്ടും ആനുവൽ എക്സാമിന് ചോദിച്ചു. ഓക്കെ, യെസ്. പിന്നെ 2023-24 സപ്നെ കാ ഭി ഹക്ക് നഹീം എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് സെക്കൻഡ് ടൈമിൽ ചോദിച്ചത്. മോഡൽ എക്സാമിന് മാതൃഭൂമി ചോദിച്ചു. ആനുവൽ എക്സാമിന് സപ്നെ കാ ഭി ഹക്ക് നഹീം എന്ന ചാപ്റ്റർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 2024-25 അതായത് കഴിഞ്ഞ വർഷം സെക്കൻഡ് ടൈമിൽ സപ്നെ കാ ഭി ഹക്ക് നഹീം എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് ചോദിച്ചത്. മോഡൽ എക്സാമിന് മാതൃഭൂമി ചോദിച്ചു, ആനുവൽ എക്സാമിന് മാതൃഭൂമി ചോദിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ, 2 കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. യെസ്, സപ്നെ കാ ഭി ഹക്ക് നഹീം എന്നതും അതുപോലെ മാതൃഭൂമി എന്ന കവിതയും. ഇതിൽ ഏതാണ് സെക്കൻഡ് ടൈമിന് ചോദിക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. മാതൃഭൂമി ചോദിച്ചു, സപ്നെ കാ ഭി ഹക്ക് നഹീം ചോദിച്ചു, വീണ്ടും സപ്നെ കാ ഭി ഹക്ക് നഹീം ചോദിച്ചു. ഏതിന്? സെക്കൻഡ് ടൈം എക്സാമിന് കേട്ടോ. ഇത് വിടുക, ആനുവൽ എക്സാം മോഡൽ എക്സാം മാറ്റി നിർത്താം. സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന പാറ്റേൺ, മാതൃഭൂമി ചോദിച്ചു, സപ്നെ കാ ഭി ഹക്ക് നഹീം ചോദിച്ചു, വീണ്ടും സപ്നെ കാ ഭി ഹക്ക് നഹീം തന്നെ ചോദിച്ചു, വീണ്ടും സപ്നെ കാ ഭി ഹക്ക് നഹീം ചോദിക്കാനുള്ള സാധ്യത ഇല്ല, കുറവാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് മാതൃഭൂമിയാണ്. ഓക്കെ, മാതൃഭൂമി നിങ്ങൾ സെക്കൻഡ് ടൈം എക്സാമിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. മാതൃഭൂമി ആയിരിക്കും ഈ സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഓക്കെ, യെസ്. അതല്ലെങ്കിൽ പിന്നെ ഏതാണ്? അത് തെറ്റിപ്പോയാൽ എന്താണ്? സപ്നെ കാ ഭി ഹക്ക് നഹീം തന്നെയാണ് അല്ലേ. അത് പിന്നെ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ 2 നിർബന്ധമായിട്ട് പഠിക്കണം. ഏറ്റവും കൂടുതൽ സാധ്യത മാതൃഭൂമിക്കാണെന്ന് മാത്രം. പിന്നെ ഒരു ബോണസ് വേണമെങ്കിൽ എഴുതിയെടുത്തോ. നമ്മുടെ ദോസ്തി എന്ന് പറയുന്ന ഫിലിമി ലേഖില്ലേ, ഇതിൻ്റെ ടിപ്പണി ഇപ്രാവശ്യം ചോദിക്കും. ഓക്കെ, അത് ഒരു 6 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ദോസ്തി എന്നത് ഡിഫറൻ്റ് ആണ് കേട്ടോ. അത് ഈ ഒരു ആസ്വാദന ടിപ്പണി ഇതിപ്പോൾ ഇതിൽ നിന്ന് മാതൃഭൂമിൻ്റെ ടിപ്പണി ചോദിച്ചാലും ദോസ്തിയുടെ ടിപ്പണിയും ചോദിക്കാം. ഓക്കെ, ദോസ്തിയുടേത് ചോദിച്ചെന്ന് കരുതി ഇത് ചോദിക്കാതിരിക്കില്ല, മനസ്സിലായോ? ദോസ്തി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾക്കാണ് സാധ്യത. ഒന്ന് ദോസ്തി കെ ബാരേമേ ടിപ്പണി ലേഖ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മറ്റൊന്ന് ദോസ്തി ഫിൽമി ലേഖ കെ ബാരേമേ ആസ്വാദന ടിപ്പണി ലേഖ. അങ്ങനെ 2 ചോദ്യങ്ങൾക്കാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സാധ്യതയുള്ളത്. ഇത്തവണ ദോസ്തി എന്ന ചാപ്റ്റർ, ആ ഒരു കവിതയുടെ അല്ലെങ്കിൽ ആ ഒരു സിനിമാ ലേഖനത്തിൻ്റെ ആസ്വാദന ടിപ്പണി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ 6 മാർക്കും പിന്നെ അതുപോലെ തന്നെ 15 മാർക്കാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, 15 മാർക്ക് മിസ്സാക്കരുത്. സപ്നെ കാ ഭി ഹക്ക് നഹീം കവിതയുടെ ആസ്വാദന ടിപ്പണി പഠിക്കാം. മാതൃഭൂമിയുടെ പഠിക്കാതെ പോകരുത്. ഓക്കെ, മാതൃഭൂമിയുടെ ആസ്വാദന ടിപ്പണി നിർബന്ധമായിട്ടും പഠിക്കണം. ക്ലിയർ അല്ല മക്കളെ? പിന്നെ ദോസ്തിയുടേത് എന്തായാലും പഠിക്കണം, അതും ചോദിക്കുക. സെപ്പറേറ്റ് ചോദ്യമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യണം. എല്ലാവരും ഞായറാഴ്ച നടക്കാൻ പോകുന്ന നമ്മുടെ മാരത്തോണിൽ പങ്കെടുക്കണം. ഓക്കെ, അതായത് നാളെ, ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ മാരത്തോണിൽ പങ്കെടുക്കുക. നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യണം, ലൈവിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.